അപ്പൊ ഞാനിന്ന് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് സൺഡേ ആണ്. അപ്പൊ സൺഡേ എന്താ സ്പെഷ്യൽ എന്ന് അങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ടിട്ട് ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു. ശ്യാമ ചോച്ചയ്ക്ക് ഡ്യൂട്ടിക്കും പോയി. അപ്പൊ ഞാൻ ബോറടിച്ചിരിക്കുമ്പോഴാണ് വിചാരിച്ചത് ചട്ടിച്ചോറാക്കിയാലോ. അത് ചട്ടിച്ചോറ് പറഞ്ഞാൽ അധികം ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ മുളകിലിട്ട് ഒരു മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ മിനിഞ്ഞാന്ന് വെച്ചതാണ്. അതിന്റെ ചട്ടി ഉണ്ടായിരുന്നു. അതില് കുറച്ച് പീസസ് ഞാൻ ഇതിലിട്ടു. ആ ചട്ടി ഒന്ന് തുടച്ചു. അതിന്റെ കൂടെ തന്നെ നല്ലൊരു കോവയ്ക്ക് ഉപ്പേരി ഉണ്ട്, പിന്നെ മീനച്ചാറുണ്ട്, പിന്നെ നമ്മുടെ ഇത് ഞാനിന്ന് ഉണ്ടാക്കിയതാണ് കാളൻ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കുറുക്ക് കാളൻ. പിന്നെ ഇതൊക്കെ നമ്മുടെ മീൻകറിയുടെ പീസസ് ആണ്. അപ്പൊ നമ്മള് പാത്രം എടുക്കണ്ട, എന്നാ ചട്ടി കഴുകി വെക്കാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഡൽഹിയിലൊക്കെ വന്നപ്പോ നാട്ടിലെ ചോറൊക്കെ നന്നായി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ചട്ടിച്ചോറ് കഴിക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. തുടരുന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഫിലിമിനാണ് നമ്മൾ പോണത്. നമുക്ക് ആ സിനിമയും കൂടി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പൊ രാവിലെ തൊട്ട് ഇതുവരെ ബോറടിച്ചിരുന്നത്, സിനിമയും കൂടി പോയിട്ട് നമ്മൾ ആ ബോറടി അങ്ങോട്ട് തീർക്കുന്നു. അപ്പൊ നമുക്ക് ചട്ടിച്ചോറ് ടേസ്റ്റ് ചെയ്യാം. ചട്ടിച്ചോറ് പകുതി കഴിച്ചിട്ടാട്ടോ ആള് വീഡിയോ എടുക്കണം. കോമഡി ആണല്ലോ. വീഡിയോ എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ശ്യാമ ചോദിച്ചു എനിക്ക് വീഡിയോ എടുത്തോടെയിരുന്നു. കാരണം എനിക്ക് ഒന്നാമത് ഇങ്ങനെ കലകല സംസാരിച്ചിരിക്കും ഇഷ്ടം. അപ്പോൾ ജസ്റ്റ് ഒരു കണ്ടന്റും കൂടി ആവുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വീഡിയോ ആക്കിയതാണ്. ഞാൻ കഴിച്ചോടെ വായിൽ വെള്ളം വരുന്നത്. പൈസ കൊടുത്ത് 350-450 കൊടുത്ത് ചട്ടിച്ചോറൊന്നും വാങ്ങേണ്ട ഒരു കാര്യമില്ല. ഭയങ്കര ടേസ്റ്റാണ്. ചട്ടിയിലെ മസാലയൊക്കെ പിടിച്ചിരുന്നിട്ട് അതെന്റെ തുടച്ചെടുത്ത് കുഴച്ച് തിന്നാൻ വേണ്ടോ. ഇത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാര് വഴി തരുമ്പോൾ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇപ്പൊ അമ്മയൊന്നുമില്ല. അപ്പൊ അമ്മയൊക്കെ നാട്ടിലല്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ തന്നെ വരി കഴിക്കാം. ഇപ്പൊ ശ്യാമിന് 2 വാരി കൊടുക്കും, 2 ഉരുള വാരി കൊടുക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഇനി റെഡി ആയിട്ട് പോകുമ്പോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ നമ്മള് മൂവിക്ക് റെഡിയായി ലിഫ്റ്റ് കയറി. കുറച്ച് ലേറ്റ് ആയിട്ട് ഞാൻ മൂവിയൊന്നും ചെയ്തില്ല. കുളിച്ചിട്ട് അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, രാത്രി വരെ ഞാൻ ചിലപ്പോൾ തിയേറ്ററിൽ പോയി കിടന്ന് AC-യിൽ കിടന്നുറങ്ങും. അപ്പൊ നമുക്ക് സിനിമയ്ക്ക് പോവാം. നല്ല ഫിലിമെന്നൊക്കെ പറയുന്നുണ്ട്. Come on. നമ്മുടെ വണ്ടി പഞ്ചീവി ആഴത്തിൽ നമ്മൾ കയറാൻ പോവാണ്. പഞ്ചീവി ഇത്. അപ്പം ഞങ്ങൾ അങ്ങനെ മാളിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഒരു തിരക്കിലും ഓട്ടപ്പാച്ചലും ആയിരുന്നു. മാളിലെത്തി നമ്മൾ ആ ഒരു റെസിപ്റ്റ് വാങ്ങുകയാണ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണ്ടേ. അപ്പോൾ പാർക്കിങ്ങിനുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ശ്യാമിൻ്റെ ഗൂഗിൾ പേ വെച്ചാൽ ഒടുക്കത്തെ ഒരു പൊട്ട ഫോൺ കാരണം അതിൽ ഗൂഗിൾ പേയും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ പോവാണ്. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടി സേഫാണ്. പുറത്തിട്ടുണ്ടല്ലോ വെറുതെ. അതെ, പടം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും. 38 30 തുടങ്ങണതാണ്. അയ്യോ 40 ആ തുടരുന്നുള്ള ഒരു ഇതൊന്നും കിട്ടിയില്ല. ഫോട്ടോ നമുക്ക് ആരുടെയെങ്കിലും സ്ക്രീൻഷോട്ട് അടിച്ച് മാറ്റാം. വേഗം പോയിട്ട് അപ്പൊ നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. പടം തുടങ്ങി ഗൈസ്, ഓടാണ്. രണ്ടാളും നല്ല ഓട്ടത്തിലാണ് പടം കാണാൻ. പസഫിക് മാളിലാണ് കേട്ടോ നമ്മൾ ഫിലിം കാണാൻ വന്നിട്ടുള്ളത്. പടം ഓൾമോസ്റ്റ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ മോള് നമ്മൾ ഓടിച്ചാടി എത്തിയിട്ടുണ്ട് കേട്ടോ. പടം അങ്ങനെ ഫുള്ള് സീറ്റൊന്നും റിസർവ്ഡ് അല്ലായിരുന്നു. ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു നമ്മൾ ഫിലിം ഉള്ളത്. അപ്പം നമ്മൾ എസ്കലേറ്ററൊക്കെ കയറി പോവുകയാണ്. നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് ഫിലിം കാണാൻ. നല്ല റിവ്യൂസൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം നമ്മൾ എന്തായാലും ഇനിവേ കാണാൻ പോവുകയാണ്. ഓടിപ്പാഞ്ഞ് റൂം തുടങ്ങിയോ ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഫസ്റ്റ് ഒരു ചെറിയ ഭാഗം കിട്ടിയില്ല, എന്നാലും ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ഇൻ്റർവെല്ലായി. ഇൻ്റർവെല്ലിന് ശേഷം ഞാനൊന്ന് ഉറക്കമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ടൈം നല്ല ലേറ്റ് ഉണ്ടായിരുന്നു. പൊതുവേ തിയേറ്ററിൻ്റെ AC-യും തണുപ്പൊക്കെ കൊണ്ട് എനിക്ക് അപ്പം കിടന്നുറങ്ങണം. അതാണ് എൻ്റെ അവസ്ഥ. KGF കാണാൻ വന്ന് ഉറങ്ങിയതാട്ടോ ഞാൻ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ഫിലിം ഫൈനലായി കഴിഞ്ഞു. മോഹൻലാലിൻ്റെ നല്ല അടിപൊളി അഭിനയമായിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ഫിലിം തന്നെയാണ് കേട്ടോ. ഒരു കഥ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കഥ, ഒരു സ്റ്റോറി ആയിട്ട് ചെയ്തിട്ടുള്ള ഫിലിമാണ്. കൊള്ളാം, ഓവറോൾ നല്ല. വീട്ടിൽ നിന്ന് വരുമ്പോൾ കുടിച്ചൊക്കെ വന്നോണ്ട് കുഴപ്പമില്ല. ഇനി പോയിട്ട് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഫേസൊക്കെ കഴുകി പോയി കിടന്നിറങ്ങിയാൽ മതിയിട്ട്. അത്രയേ ഉള്ളൂ. ശ്യാമിന് 6:30 ഡ്യൂട്ടിക്ക് പോകണം. എനിക്കാണെങ്കിൽ ഒരു 9 മണിയാകുമ്പോഴേക്കും എത്തണം. അപ്പോൾ ഉറങ്ങണം. ഉറക്കം ഈ ഒരു ദിവസത്തെ ലീവ് കൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല. 2 ദിവസം അടുപ്പിച്ച് നമുക്ക് വീക്ക് ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ
ഫ്ലാറ്റ് എത്തി. അപ്പം നമ്മൾ ഗേറ്റ് എത്തി, നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാണ്. ഇന്നത്തെ ആ ഒരു ദിവസം ഇങ്ങനെ അടിപൊളി. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കമന്റ്സ് ഒക്കെ താഴ്ത്തിടണം കേട്ടോ. ജസ്റ്റ് ഒരു നേരം ബുക്കിനെടുത്ത വീഡിയോ ആണ്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ വെച്ച് കാണുന്ന രസമില്ല. എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്, ഞാൻ യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ കമന്റ് ചെയ്തോളൂ. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. Good night.